പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെയാണെങ്കിൽ ഒരു മൈക്ക് വാങ്ങാനുള്ള ആഗ്രഹത്തിൽ, നല്ലൊരു മൈക്ക് വാങ്ങാനുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ കുറേ മൈക്ക് ഇങ്ങനെ വാങ്ങി കൂട്ടും. അത് കൂട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റിലായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന നല്ലൊരു മൈക്ക് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത്. അതായത് നമുക്ക് നോയിസ് ക്യാൻസലേഷനൊക്കെ ഉള്ള ഒരു മൈക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ, അല്ലേ? അപ്പോൾ അതേമാതിരി തന്നെ ഞാനും ഒരു 8 മൈക്ക് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ഈ 8 മൈക്ക് എനിക്ക് ഇങ്ങനെ ഓരോ നല്ല ഒരു മൈക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ മൈക്ക് കിട്ടാതെ വന്ന് ഇങ്ങനെ വാങ്ങി ഒരു 8 മൈക്ക് ഇപ്പൊ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ 8 മൈക്ക് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ആ 8 മൈക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 8 മൈക്കിൽ 2 മൈക്ക് മാത്രമാണ് നല്ല മൈക്ക്, ബാക്കിയുള്ളതെല്ലാം വേസ്റ്റ് ആണ്. പൈസ കൂടുതൽ നമ്മൾ ചിലവാക്കി വാങ്ങിയ മൈക്ക് പോലും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം നിങ്ങൾ ഒരു നല്ല മൈക്കാണെന്ന് വിചാരിച്ചാണ് അത് വാങ്ങുന്നത്. അതായത് നല്ല ഫേമസ് കമ്പനിയുടെ തന്നെയാണ്. അത് കാരണം ഒരുവിധപ്പെട്ടവരെല്ലാം വാങ്ങുന്നതാണ്. വാങ്ങിയതിന് ശേഷം അത് പിന്നെ വേസ്റ്റ് ആണെന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ റിട്ടേൺ ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ സമയമൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പൈസ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഈ മൈക്കിൽ ഒരു 2 മൈക്ക് നല്ല മൈക്കാണ്. ഞാനത് നല്ലതായതുകൊണ്ട് തന്നെയാണ് നല്ലതാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ഇത് എങ്ങനെയുണ്ട്, ഈ ബാക്കിയുള്ള മൈക്കുകളും എങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞിട്ട് അപ്പൊ ആ മൈക്കിനൊന്നും നിങ്ങൾ കാശ് ചെലവാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമേ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു മൈക്കാണ്. ഇവിടെയായിട്ട് ഈ കാണുന്ന മൈക്കുകളെല്ലാം ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന മൈക്കുകളാണ്. ഈ മൈക്കുകൾ ഇത് ഒരു 8 മൈക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ 8 മൈക്കിൽ 2 മൈക്ക് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും, അതായത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതുമായിട്ടുള്ള മൈക്ക്. അതായത് ശരിക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏത് സാഹചര്യത്തിലും എങ്ങനെ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്തുമൊക്കെ എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന 2 മൈക്കാണ്. അപ്പോൾ ആ 2 മൈക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ എല്ലാ മൈക്കും ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഈ മൈക്ക് വാങ്ങുമ്പോൾ ഈ വേസ്റ്റ് ആയിട്ടുള്ള മൈക്കൊന്നും വാങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ ഇതിൽ പരിചയപ്പെടുത്തുന്ന 2 മൈക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങുക. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടാം നമുക്ക്. നിങ്ങൾക്ക് ഇതിപ്പം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഏത് മൈക്കാണെന്നുള്ളത് ശരിക്കും മനസ്സിലായി കാണും. ഇത് ബോയയുടെ മൈക്കാണ്. ബോയ ഓക്കെ, ബോയ ഫേമസ് കമ്പനിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ബോയയുടെ മൈക്കാണ് ഇത്. ഒരുവിധപ്പെട്ടവരെല്ലാം എന്താണ് ഞാൻ സഹിതം ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ, ഇത് നല്ല മൈക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സൗണ്ടൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിന് ഉള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പോൾ ഒരു ഫാനൊക്കെ ഇട്ടുകൊണ്ടൊക്കെ നമ്മൾ റെക്കോർഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എരപ്പ് വരും ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് ഇത് വേസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോഴത്തെ ഇതനുസരിച്ച്. കാര്യം എന്നാൽ ഇപ്പോഴൊരു നല്ലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഡയറക്റ്റ് റെക്കോർഡിങ് ചെയ്താലേ ഇതിലും ബെസ്റ്റായിട്ട് റെക്കോർഡിങ് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു വേസ്റ്റ് ആണ് ഈ ടൈമിൽ. നേരത്തെയൊക്കെ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇപ്പോഴും പലരും ഇതിനെപ്പറ്റി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ഈ സമയത്തൊക്കെ ഇത് ആരും ഉപയോഗിക്കാറില്ല, ഇത് വേസ്റ്റ് ആണ്. അതുകൊണ്ട് ഇതിനകത്ത് പൈസ കളയണ്ട. ഇതൊരു 800 രൂപയോളം അടുപ്പിച്ച് വരുന്ന ഒരു മൈക്കാണ്. പക്ഷെ ഇത് വാങ്ങിയ സമയത്തൊക്കെ ഞാൻ ഉപയോഗിച്ചതാണ്. കാര്യം ആദ്യമൊക്കെ ഞാൻ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഈ സമയത്തൊക്കെ ഇതൊരു വേസ്റ്റ് ആണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഇതില് പൈസ വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഈ ഒരു മൈക്ക് നിങ്ങൾ വാങ്ങാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് വാങ്ങണോ വാങ്ങണ്ട എന്നുള്ളത്. പക്ഷെ നോയിസ് ക്യാൻസലേഷൻ ഒന്നും ഉള്ളതല്ല ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ ഇത്. ഓക്കെ, ഇനി അടുത്ത ഒരു മൈക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് K8 എന്ന് പറഞ്ഞിട്ടുള്ള. അത് ഞാൻ ആദ്യമേ ഈ ബോയ വാങ്ങിയ അതേ സമയത്ത് അടുപ്പിച്ചേതോ സമയത്ത് വാങ്ങിയ മൈക്കാണ്. അപ്പൊ ഇത് കണക്ക് ഒരു സിംഗിൾ മൈക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു സിംഗിൾ മൈക്കാണ് വാങ്ങിയത്. അത് വാങ്ങിയത് ഇതാണ് ഈ സാധനം. ഓക്കെ, ഇതാണ് ഈ മൈക്ക്. അപ്പോൾ ഇത് പ്രത്യേകം നോക്കുക. ഇതാണ്. പക്ഷെ ഇതൊരു കുറച്ച് ദിവസം ഞാൻ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിന് ചാർജ് ഒന്നും നിൽക്കാത്ത അവസ്ഥയൊക്കെ വന്ന് അങ്ങനെയൊക്കെ വന്ന് അത് ഒരു സൈഡിലാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു മൈക്ക് വാങ്ങി. ആ മൈക്ക് ഇത് കണക്ക് വലിയ അടിപൊളി ഒരു കവറിനകത്തൊക്കെ വരുന്ന നല്ല അടിപൊളി. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് അടിപൊളി. ഇത് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് കണക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മൈക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ വാങ്ങുന്നത്. വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥയൊന്നും പറയണ്ട. പിന്നെ നിങ്ങൾക്ക് വേറൊരു മൈക്കും വാങ്ങാൻ താല്പര്യപ്പെടത്തില്ല. അതേമാതിരി ഇതാണ് അതിന്റെ കവർ പേജിൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഓക്കെ, ഇത് കണ്ടില്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഈ മൈക്ക് JSD Pro എന്നും പറഞ്ഞുകൊണ്ടുള്ള ഇത് വന്ന സമയത്ത് ഞാനൊന്ന് ചെക്ക് ചെയ്തതല്ലാതെ ഇത് യൂസേജ് ചെയ്തിട്ടില്ല. ഇത് ആ സമയം എനിക്ക് തോന്നുന്നു എന്തോ റിട്ടേൺ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു, എന്തോ ഒരു പ്രോബ്ലം വന്നു. പക്ഷെ അത് മൈക്ക് ഞാൻ ശരിക്കും നിങ്ങളെ കാണിച്ചു തരാം. കണ്ടു കഴിഞ്ഞാൽ ഇത് എല്ലാവരും വിചാരിക്കും അടിപൊളി മൈക്കാണെന്ന് വിചാരിക്കും. ഇത് കണ്ടോ? ഇതാണ് കണ്ടോ? അടിപൊളി മൈക്കാണെന്ന് എല്ലാവരും വിചാരിക്കും.
സൂപ്പർ മൈക്കാണെന്ന് വിചാരിക്കും. കണ്ടില്ലേ, ഇത്രയും വലിയ സാധനമൊക്കെ വെച്ച് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ബെസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കും. അതേപോലെ റെക്കോർഡിങ്ങിൽ ഇതുപോലൊക്കെ വേസ്റ്റ് ഒരു സാധനം ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് ചെക്ക് ചെയ്തതല്ലാതെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്രയ്ക്ക് വേസ്റ്റ് സാധനം. ഓക്കെ, അപ്പൊ ഇതിനോടും താല്പര്യം ആരും കാണിക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇത്രയും അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് 2000 രൂപ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചു. ഓക്കെ, ഇത്രയും വലിയ ബോക്സിനകത്തൊക്കെ വലിയ അടിപൊളിയായിട്ട് വരുന്ന, പക്ഷെ സാധനം വേസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഒരു മൈക്ക് കാണിക്കാം. ഇത് ഈ കവർ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഫേമസ് ഒരു കമ്പനിക്കാരുടെ തന്നെയാണ്. ഓക്കെ, ഈ കമ്പനിയൊക്കെ കണ്ടല്ലോ, എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും റെക്കോർഡിങ്ങിനൊക്കെ ബെസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ഈ പേരൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിങ് സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിക്കും. ഇത് കാണിക്കാം സാധനം. ഇതിനകത്തുനിന്ന് ഇങ്ങനെ എടുക്കുവാണ്, ഞാൻ എടുത്തിട്ട് കാണിക്കാം. ഇത് ഞാൻ വാങ്ങിയ ഉടനെ ഒരു റിസീവറും ഇത് കണക്ക് 2 മൈക്ക് കണ്ടില്ലേ, 2 മൈക്ക്. ഈ 2 മൈക്ക് ഇങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. ഈ 2 മൈക്കും കൂടെയാണ് വാങ്ങിയത്. ഇത് വാങ്ങിയിട്ട് ഇതിൽ റെക്കോർഡിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സൗണ്ടിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിത് എത്ര ശ്രമിച്ചിട്ട് ഞാനിതിനകത്ത് നോയിസ് ക്യാൻസലേഷൻ എനിക്ക് വന്നില്ല. ഓക്കെ, അന്നേരമൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും അറിയാം ഇതിനെപ്പറ്റിയൊക്കെ. ഞാൻ ഇപ്പോഴും ഇത് ഈ ഇടയ്ക്കും ഒരു വേറെ മൈക്കൊക്കെ വാങ്ങിയ സമയത്തൊക്കെ ഞാൻ ഇത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അത് അതേമാതിരി ഉണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി. അതിനകത്ത് നമുക്ക് നോട്ടൊക്കെ വരില്ല, അതിനകത്തൊക്കെ ഞാൻ വെച്ച് നോക്കിയതാ. ഇത് ചില മൈക്കുകളൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം ടച്ച് ചെയ്താലേ ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ ആവും. ചിലതൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. ആ നോട്ടിലൊക്കെ ഏതുമാതിരിയാണോ അതേമാതിരി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതാ. ഇതപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഇത് വേസ്റ്റ്. സൗണ്ടൊക്കെ നല്ലോണം റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എരപ്പോടുകൂടി റെക്കോർഡിങ് ചെയ്യുന്നതിന് എന്നാ മെച്ചം? അത് നമുക്ക് ഒരു മെച്ചമില്ല. നമുക്ക് അതിലും നല്ലത് നമ്മുടെ മൊബൈൽ തന്നെ നല്ലൊരു റെഡ്മിയുടെ മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ റെഡ്മിയുടെ മൊബൈലിൽ നല്ല ഉണക്ക് റെക്കോർഡിങ്ങിന് നോയിസ് ക്യാൻസലേഷൻ ശകലം പുറത്തുള്ള ഇച്ചിരി ദൂരത്തുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, റെക്കോർഡിങ്ങിൽ അത് വരത്തില്ല. സൗണ്ടുകളൊക്കെ ഇച്ചിരി കുറച്ചേ വരത്തുള്ളൂ, അതിനകത്ത് അത് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതുകൊണ്ട് റെഡ്മിയുടെ മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡിങ് ചെയ്യുന്ന വേറെ രീതി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് അത് വേറൊരു മൈക്ക് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞുതരാം അതിനെപ്പറ്റി. ഓക്കെ, അപ്പൊ ഇത് കണ്ടല്ലോ. ഇതപ്പം ഈ ഒരു കവർ കണ്ടിട്ട്, അതായത് ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്നെങ്കിൽ വാങ്ങിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം, ഇപ്പോഴാണെങ്കിൽ അത് റിട്ടേൺ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം ഇപ്പോഴൊക്കെ ആണെങ്കിൽ പൈസ പോകത്തില്ല. അപ്പൊ അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് വാങ്ങിയിട്ട് വെറുതെ 2000 രൂപ. ഇത് പക്ഷെ 2 മൈക്കുണ്ട്, 2 മൈക്കും ഒരു റിസീവറും കൂടാണ് 2000 രൂപ. ഓക്കെ, അപ്പൊ അത് വലിയ ഇതാവുന്നില്ല, 2 മൈക്കുണ്ട്. അതേസമയം ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു മൈക്ക്, ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു മൈക്കാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വന്ന ഒരു മൈക്ക്. ഞാൻ വാങ്ങിയിട്ട് ദേഷ്യം വന്നതിൽ ഏറ്റവും വലിയ, അതായത് ഇത് ഒറ്റയൊരു മൈക്കേ ഉള്ളൂ. ഒരു റിസീവറിന്റെ കൂട്ടത്തിൽ ഒറ്റയൊരു മൈക്കേ ഉള്ളൂ. ഞാൻ എടുത്ത് കാണിക്കാം നിങ്ങളെ. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇത് കണ്ടോ, ഒറിജിനൽ ആണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒറിജിനൽ. ഓക്കെ, ഒറിജിനലാണ് ബോയയുടെ മൈക്ക്. ഓക്കെ, നല്ല അടിപൊളി മൈക്കാണെന്ന് വിചാരിച്ചിട്ട് നല്ല രസമുണ്ട്. ഇതിന് നല്ല വെയിറ്റും ഒക്കെ ഉണ്ട്, നല്ല ചാർജ് ഒക്കെ നിൽക്കും, എല്ലാ സംഗതി ശരിയാ. പക്ഷേ ഇത് റെക്കോർഡിങ്ങിൽ സൗണ്ട് തീരെ കുറവായിരിക്കും റെക്കോർഡിങ്ങിൽ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ ഇതിലുണ്ട്. പക്ഷെ നോയിസ് ക്യാൻസലേഷൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുന്നുണ്ട് എന്താണെന്ന്, നമ്മൾ ഈ കാറ്റ് ഊതുന്ന മാതിരി സൗണ്ടേ ഉള്ളൂ. അത് അപ്പൊ തീരെ സൗണ്ട് ഇല്ല. അങ്ങനെ നമുക്ക് കിട്ടിയിട്ട് എന്താ പ്രയോജനം? അതിന് ഒരു പ്രയോജനവും ഇല്ല. ഇങ്ങനെയുള്ള മൈക്ക് നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് എന്താ പ്രയോജനം? നല്ല സൗണ്ടും വേണം. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ടിൽ വരുന്ന റെക്കോർഡിങ്ങിൽ നമ്മൾ അത് നോയിസ് ക്യാൻസലേഷൻ ആ മൈക്കിന് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതേമാതിരി തന്നെ സൗണ്ടിൽ തന്നെ കിട്ടണം. പക്ഷെ നോയിസ് ക്യാൻസലേഷൻ ആയി കിട്ടണം. അതായത് പുറത്ത് നമ്മളൊരു ഫാനിന്റെ ഒക്കെ സൗണ്ടൊക്കെ അതൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും വരാൻ പാടില്ല. അതാണ് ശരിയായിട്ടുള്ള മൈക്ക്. എനിക്ക് അങ്ങനെയുള്ള മൈക്കാണ് ഇഷ്ടം. എനിക്ക് അങ്ങനെയുള്ള 2 മൈക്ക് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഈ വാങ്ങിയതിൽ 2 മൈക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ അത് നിങ്ങളെ ഞാൻ ശരിക്കും പരിചയപ്പെടുത്തി തരാം. അത് ആ മൈക്കിന്റെ പ്രയോജനം എന്താണെന്നും അത് ഏത് രീതിയിൽ നിങ്ങൾ റെക്കോർഡിങ് ചെയ്താൽ നിങ്ങൾക്ക് അത് മുന്നോട്ട് പ്രയോജനപ്പെടുമെന്നും എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു കണ്ടൻസർ മൈക്ക് അല്ലേ? ഈ കണ്ടൻസർ മൈക്കിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടൻസർ മൈക്ക് നല്ലതൊക്കെയാണ്, റെക്കോർഡിങ്ങിന് സൂപ്പറാണ് കണ്ടൻസർ മൈക്ക്. പക്ഷെ ഇതിനുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ചെയ്തുള്ള റെക്കോർഡിങ്ങിനൊക്കെ ഈ കണ്ടൻസർ മൈക്ക് നമ്മൾ ഒന്നുകിൽ അല്ലെങ്കിൽ കൈ പിടിച്ചോണ്ട് വേണം നമുക്ക് ഇത് ചെയ്യാനൊക്കെ. ഒരിടത്ത് ഫിറ്റ് ചെയ്തിട്ടോ അങ്ങനൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. കയ്യിൽ എപ്പോഴും നമ്മളപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഞാനിത് പരിചയപ്പെടുത്തുവാണെങ്കിൽ ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് വേറൊരു സാധനമൊക്കെ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ ഇത് കാണിക്കാൻ ഞാൻ ഈസി ആയിട്ട് വർത്താനം പറയുന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് വരുന്നില്ല. ഇത് അല്ലാതുള്ള മൈക്കാണ്, നമ്മൾ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഈ മൈക്കിന്റെ മൈക്ക്. അതാവുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല. ഇത് റെക്കോർഡിംഗ് ഒക്കെ ബെസ്റ്റ് ആണ്, സൂപ്പറാണ്. പക്ഷെ ഒരിടത്ത് ഇരുന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സംസാരിച്ച് ഇത് ചെയ്യാനെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡിങ്ങിന് സൂപ്പറായിട്ട് റെക്കോർഡിംഗ് ആണ്. കണ്ടൻസർ മൈക്ക് സൂപ്പറാണ്. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് സൗണ്ട് കാർഡും കൂടെ വേണം. സൗണ്ട് കാർഡ് ഇല്ലാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് വാങ്ങുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും പ്രയോജനം ഉണ്ടാവത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പാട്ടുകാരൊക്കെ ഇത് വാങ്ങാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വാങ്ങുക. പക്ഷെ നല്ലതാണ്, കണ്ടൻസർ മൈക്ക് നല്ലതാണ്. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ V8 സൗണ്ട് കാർഡിന്റെ ആവശ്യമുണ്ട്. V8 സൗണ്ട് കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു മൈക്കാണ്. ഇത് ഞാനിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക്, അതായത് ഇപ്പം നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക്, അതാണ് ഇത്. ഓക്കെ, അത് ഈ ഞാൻ കവർ കാണിച്ചെന്നേ ഉള്ളൂ, കവർ അങ്ങ് വെക്കാം. ഇനി ഞാൻ കാണിക്കാം ഈ സാധനം വേണ്ടേ. ഇത് കണ്ടില്ലേ, ഇത് ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തേക്കുവാണ്. ഒരെണ്ണം ഇത് കണ്ടില്ലേ, ഇതിൽ അതിന്റെ റിസീവറും ഒരു മൈക്കും ഇല്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്തേക്കുന്ന കാരണമാണ് ഇതിനകത്ത് ഇതില്ലാത്തത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പേര്, ഇത് ഇവിടെ പേരൊന്നുമില്ല. ഇത് ഞാൻ 1.5 വർഷം മുമ്പെങ്ങാണ്ട് വാങ്ങിയതായത്. അപ്പോൾ ഇത് വാങ്ങിയ സമയത്ത് ഞാനിത് 2000 രൂപയേ ഉള്ളൂ ഇതിന്. 2000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയാൽ എനിക്ക് നല്ല മെച്ചമായിട്ട് എനിക്ക് ഇതുവരെ തോന്നി. ഇതുവരെ ഒരു കുഴപ്പമില്ല, ചാർജൊക്കെ നിൽക്കുന്നുണ്ട്, നല്ല അടിപൊളി മൈക്കാണ്. ഇതിനകത്തുള്ള ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പേര് ഞാൻ ആദ്യമേ അങ്ങ് പറയാം. ഇതിനകത്ത് എനിക്ക് ആ മൈക്ക് ഇതിൽ വന്നിട്ടുള്ള പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് മൈക്ക് എന്നാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഈ ക്ലിപ്പിന്റെ പുറയിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ക്ലിപ്പിന്റെ പുറയിലായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റത്തില്ല, അത് കാണത്തില്ല അതിൽ. അല്ലെങ്കിൽ അടുപ്പിച്ച് ഞാൻ നോക്കാം, ഒന്ന് കാണിച്ചു നോക്കാം നിങ്ങൾക്ക്. ഇത് കണ്ടില്ലേ, ഇതില് വയർലെസ് മൈക്ക് എന്ന് ഇതിന്റെ പുറകിൽ ഇത് ഉണ്ട്. ഈ ഒരു മൈക്ക് 3 പ്രാവശ്യം പ്രസ് ചെയ്താലാണ്, അതായത് പ്രസ് ചെയ്ത് കൊടുത്താലാണ് നോയിസ് ക്യാൻസലേഷൻ ആവുന്നത്. 3ാമത്തെ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ, അതായത് ഓരോ പ്രസ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴും ഓരോ പ്രാവശ്യം അത് ബ്ലിങ്ക് ആവും. അതായത് ബ്ലിങ്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിന് ഉദാഹരണമായിട്ടൊരു ഇത് കാണിച്ചു തരാം. ബ്ലിങ്ക് ആവുന്നത് വേണ്ട, ഇതിലിപ്പം ബ്ലിങ്ക് ആവുന്നല്ലേ, ഇതിങ്ങനെ. അപ്പൊ ഒരു പ്രാവശ്യം നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നുണ്ടെ അത് ഒരു ബ്ലിങ്ക് ആവും ആ മൈക്ക് കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ റെക്കോർഡിങ് ചെയ്യുന്നതിൽ കുഴപ്പം വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് കാണിക്കാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ അത് കാണിച്ചേനെ അത്. അപ്പൊ ഒരു പ്രാവശ്യം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. 2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. 3ാമത്തെ പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഇത്. 3 പ്രാവശ്യം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ അത് നോയിസ് ക്യാൻസലേഷൻ ആവുന്നത്. ഓക്കെ, അതപ്പം നമ്മൾ ഫാനൊക്കെ ഇട്ടുകൊണ്ടൊക്കെ നമുക്ക് റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മുടെ ഫാനിന്റെ സൗണ്ട് ഒന്നും അതിനകത്ത് വരത്തില്ല. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഫാനിന്റെ സൗണ്ട് ഒന്നും വരത്തില്ല. നല്ലോണം ഫാൻ ഇട്ടിട്ടുണ്ട്, നല്ല സ്പീഡിൽ തന്നെ ഇട്ടേക്കുന്നത്, പക്ഷെ സൗണ്ട് വരത്തില്ല. അതാണ് ഇതിന്റെ ഒരു പ്രയോജനം. ഓക്കെ, ഇതിന്റെ എല്ലാം ഞാൻ ഈ കാണിച്ച മൈക്കിന്റെ പ്രയോജനമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പൊ ഞാൻ വാങ്ങിയതിൽ ഏറ്റവും നല്ല ഒരു മൈക്കായിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ ഞാൻ ഈ ലാസ്റ്റ് ആയിട്ട് വാങ്ങിയ മൈക്കാണ് ഇത്. എനിക്ക് ഏറ്റവും നല്ല പ്രയോജനം എനിക്ക് തോന്നി ഈ മൈക്കിന്. ഈ കവറിൽ വരുന്ന ഒരു മൈക്കാണ്. ഈ കവറിലാണ് ഈ മൈക്ക് വരുന്നത്. ഓക്കെ, അതാണ് വരുന്നത്. ആ മൈക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് മൈക്ക്. ഇപ്പൊ ഞാൻ എടുത്ത് കാണിച്ചില്ലേ, ഈ മൈക്കാണ് ഇത്. ഏറ്റവും ലാസ്റ്റിലായിട്ട് ഞാൻ ഇപ്പം വാങ്ങിയ മൈക്കാണ്. ഈ മൈക്കും ഈ മൈക്ക്, ഇത് രണ്ടുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മൈക്കുകൾ. നല്ലതാണ്, ഉപകാരം ചെയ്യുന്ന മൈക്കാണ് ഇത് രണ്ടും. അല്ലെ, ഇതില് മാക്കെന്നാണ്. ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കി കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, ഇത് മാക്കെന്നാണ്. ഇതിലൊക്കെ എഴുതിയേക്കുന്നത്, ഈ മൈക്കിലെല്ലാം എഴുതിയിട്ടുണ്ട് മാക്കെന്ന്, MAK മാക്ക്, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇത് ഇപ്പൊ ഞാൻ വാങ്ങി, ഇത് ഞാൻ യൂസ് ചെയ്ത്, ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലെ ഓൺലൈനിൽ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. കാര്യം ഇത് ആദ്യമേ ഞാൻ ഓർഡർ ചെയ്ത് ഇത് വന്ന ഉടനെ ഇതില് റിസീവറും മൈക്കുമായിട്ട് കണക്ട് ആവുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തോ കളിപ്പീരാണല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ റീപ്ലേസ്മെന്റിന് അപ്ലൈ ചെയ്തു. റീപ്ലേസ്മെന്റ് എനിക്ക് കിട്ടി. ആ കിട്ടിയ ഉടനെ നല്ല പീസാണ് ഇത് വന്നത്.
ആ സമയം എനിക്ക് വന്നത് നല്ല റിസീവർ മൈക്കുമായിട്ട്. റിസീവർ മൈക്കുമായിട്ട് കണക്ട് ആവാതെ ചുമ്മാ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്താൽ മാത്രം അതിൽ പ്രയോജനമില്ലല്ലോ. ഇപ്പൊ ഈ ഒരു മൈക്കിന്റെ ഈ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിൽ മാക്കെന്ന് എഴുതിയേക്കുന്ന കണ്ടില്ലേ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. റെക്കോർഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും വേറൊരു മൊബൈൽ കണക്ട് ചെയ്തായിരുന്നേ അറിയാവുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് വേറെ മൊബൈലൊന്നും ഇല്ല, ഒരെണ്ണം ഉള്ളത് ഓൾറെഡി എൻ്റെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ആ മൊബൈലിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോ നമ്മൾ റിസീവർ ഒരു മൊബൈലിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ഒരു പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന അത് അങ്ങോട്ട് നിന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് ലൈറ്റും കൂടെ തൊട്ടടുത്ത് തന്നെ ഒരു റെഡ് ലൈറ്റും കൂടെ കത്തും. അതായത് ബ്ലൂ ലൈറ്റും റെഡ് ലൈറ്റും കൂടി ഇങ്ങനെ കത്തി വരും. ആ റെഡ് ലൈറ്റ് അങ്ങനെ കത്തി തന്നെ ഇരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴാണ് അത് ഓക്കെ. ഇങ്ങനെ ഈ സൈഡിലുള്ള ഈ ബട്ടണിലോട്ട് ഒരു പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് റെക്കോർഡിങ് ചെയ്ത് നോക്കി. അടിപൊളി റെക്കോർഡിങ്, നല്ല അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നോയിസ് ക്യാൻസലേഷൻ നല്ല അടിപൊളിയായിട്ട് നോയിസ് ക്യാൻസലേഷൻ നല്ലവണ്ണം വ്യത്യാസം വരുന്നുണ്ട്. അതായത് സൗണ്ട്, അതായത് പുറത്തുള്ള സൗണ്ട് അധികം ഡിസ്റ്റർബ് ഇല്ലാതെ നല്ലവണ്ണം നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിയിൽ നമ്മുടെ സൗണ്ട് നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് നല്ല സൂപ്പർ മൈക്കാണ്. പക്ഷെ ഇതും അതേമാതിരിയാണ്, അതേ രീതിയിൽ തന്നെ ഇപ്പൊ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള മൈക്ക് ഇതാണ് ഇപ്പൊ കിട്ടുന്നത്. മറ്റേത് ചിലപ്പോൾ കിട്ടുമോ, അതേ ഇത് കിട്ടുമോന്ന് അറിയത്തില്ല. 1.5 വർഷം മുമ്പ് വാങ്ങിയ മൈക്കാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ ഇപ്പം വാങ്ങിയ മൈക്ക് ആയതുകൊണ്ട് എനിക്കറിയാം ഇത് എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ മൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2000 രൂപ വരെയാണ്. ഒരു റിസീവറിന്റെ കൂട്ടത്തിൽ 2 മൈക്കുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം പക്ഷെ ഓൺലൈനിലുള്ള തട്ടിപ്പ് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. അവർ ചിലപ്പോൾ ഈ ആദ്യമേ അവർ വേറെ ഇങ്ങനെ പ്രോബ്ലം ഉള്ള പീസൊക്കെ ചിലപ്പോൾ അയക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് വന്ന മാതിരി തന്നെ ഓക്കെ. ഒരു റിസീവറും മൈക്കുമായിട്ട് കണക്ട് ആയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം എന്തുവാ? അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ളതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കത്തുന്നുണ്ട്, ഓക്കെ, ഇതൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ശരിയായിരിക്കും. നമുക്ക് അറിയാൻ വയ്യാത്ത കാരണമായിരിക്കും, ഇത് യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത കാരണമായിരിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ആ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ പോലും പോകത്തില്ല, പൈസ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഈ ഒരു കാര്യമൊക്കെ അറിഞ്ഞിരുന്നിട്ട് ഇത് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ സാധനം, വേണമെങ്കിൽ വാങ്ങാം. പക്ഷെ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു റെക്കോർഡിങ്ങിന്റെ ഒരു ബെസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സാധാരണ എല്ലാവരും, ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഈ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ലാസ്റ്റിൽ പരിചയപ്പെടുത്തിയ 2 മൈക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട രീതിയാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ക്യാമറ ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു മൊബൈലിൽ, അതായത് ഇപ്പൊ ഞാൻ വേറൊരു മൊബൈലിലാണ് ഇവിടെ കണ്ടില്ലേ, ഇത് റിസീവർ കണക്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇവിടോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് റെക്കോർഡിങ്, ഞാൻ പറയുന്ന എല്ലാം റെക്കോർഡിങ് ആവുന്നുണ്ട് അല്ലേ. ഇത് ഇങ്ങനെ ഞാൻ പറയുന്ന മൊത്തം റെക്കോർഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ റെക്കോർഡിങ് ചെയ്യും. ഇങ്ങനെ ഞാൻ റെക്കോർഡിങ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റിൽ എന്താണ് ചെയ്യുന്നത്, ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ലിപ്സ് മൂവ്മെന്റ്, സ്റ്റാർട്ടിങ് ലിപ്സ് മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ ഇതുമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് ആ സൗണ്ട് ഇത് നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്ന ഇതും കൂടെ മാച്ച് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പുറത്തുള്ള വലിയ ഡിസ്റ്റർബ് ഒന്നും ഇല്ലാതൊക്കെ നമുക്ക് നമ്മുടെ റെക്കോർഡിങ് നല്ല സൂപ്പറായിട്ട് റെക്കോർഡിങ് വരും. അത് നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ വരുന്ന ഒരുവിധം വീഡിയോയിലെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതേ രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. നേരത്തെയൊക്കെ ഉള്ളതിനകത്തൊക്കെ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഞാൻ പല രീതിയിലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ ബെസ്റ്റ് നമുക്ക് ഈ രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു മൊബൈലിൽ റെക്കോർഡിങ് മാത്രം ചെയ്തിട്ട്, സൗണ്ട് റെക്കോർഡിങ് മാത്രം ചെയ്തിട്ട്, വീഡിയോ റെക്കോർഡിങ് അല്ല പറഞ്ഞത്, സൗണ്ട് റെക്കോർഡിങ് മാത്രം ചെയ്തിട്ട് അത് ഇതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലിപ്സ് മൂവ്മെന്റുമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ ആ വീഡിയോ ഒക്കെ സൂപ്പർ ആയിരിക്കും. അതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ നമുക്ക് റെക്കോർഡിങ് സൗണ്ട് നമ്മൾ പറയുന്ന അനുസരിച്ച് റെക്കോർഡിങ് സൗണ്ട് അല്ലേ വരണ്ടേ. അപ്പൊ ഇതേമാതിരി തന്നെ ഇപ്പൊ ഞാൻ ഇത് കണ്ടില്ലേ, ഞാൻ നിങ്ങളെ കാണിച്ചു, ഇത് കണ്ടില്ലേ, ഇതിൽ ഓൾറെഡി റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നിങ്ങളെ വീണ്ടും ഈ വീഡിയോയ്ക്കകത്തോട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിലോട്ട് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ എഡിറ്റ് ചെയ്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ, ഒരു മൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ മൈക്ക് വാങ്ങിയിട്ട് അത് വേസ്റ്റ് ആയിട്ട് വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ ഞാൻ ഈ 8 മൈക്കാണ് ഈ വാങ്ങിയിരിക്കുന്നത്. 8 മൈക്ക് വാങ്ങിയിട്ട് ഇതിൽ 2 മൈക്കേ എനിക്ക് പ്രയോജനം ചെയ്തുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി.
ഈ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഞാൻ കാണിക്കാം നിങ്ങളെ. വേണ്ട, ഈ ഒരു മൈക്ക്, ബോയയുടെ ഈ ഒരു മൈക്ക് 6000 രൂപ വില കൊടുത്ത് മേടിച്ചതാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് അബദ്ധം ആർക്കും പറ്റാൻ പാടില്ല. 6000 രൂപ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ദിവസം പോലും അത് വീഡിയോ റെക്കോർഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൗണ്ട് അത്രയ്ക്കും സൗണ്ടും ഇല്ല. പിന്നെ നോയിസ് ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരെ ഇല്ല. കാറ്റ് പോകുന്ന മാതിരിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിയിട്ട് എന്താ പ്രയോജനം? നമുക്കൊരു പ്രയോജനം ഇല്ല അതൊക്കെ വാങ്ങിയിട്ട്. ഇതൊക്കെ അങ്ങനെ വേസ്റ്റ് ആയിട്ട് വാങ്ങി വെച്ച സാധനങ്ങളാണ്. പക്ഷെ 2000 രൂപയ്ക്ക് വാങ്ങിയ മൈക്കുകൾ, ഈ ഞാൻ പരിചയപ്പെടുത്തിയ 2 മൈക്ക്, ലാസ്റ്റിൽ പരിചയപ്പെടുത്തിയ അത് രണ്ടും 2000 രൂപയുടെ മൈക്ക്. 2 നമുക്ക് മൈക്കുണ്ട്. ഒരു റിസീവറിൽ തന്നെ 2 മൈക്കുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നല്ല ഉപകാരപ്പെടും. അത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ റെക്കോർഡിങ് ചെയ്താൽ നിങ്ങൾക്ക് അതാണ് പ്രയോജനം എപ്പോഴും. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാനെ കൊണ്ട്. ഇതെല്ലാം ഞാൻ പരിചയപ്പെടുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈക്കെല്ലാം പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇതുപോലൊക്കെ നഷ്ടം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഇതുപോലൊക്കെ വേസ്റ്റായി പോകാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധം എന്തായാലും നിങ്ങൾക്ക് ആർക്കും പറ്റാൻ പാടില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലൊക്കെ മൈക്ക് പരിചയപ്പെടുത്തിയത്. അപ്പൊ ഈ വേസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ മൈക്കുകളൊന്നും തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകാൻ വരുത്തുന്ന മൈക്കുകളാണ്. അതുകൊണ്ട് അത് വാങ്ങാൻ പാടില്ല. ലാസ്റ്റ് പറഞ്ഞ ഈ 2 മൈക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഫ്ലിപ്കാർട്ടിനകത്തൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങാൻ ആയിട്ട് സാധിക്കും. വാങ്ങി നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്, റിട്ടേൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലെല്ലാം റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് റീപ്ലേസ്മെന്റ് വേണേലും ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് എങ്ങനെ വേണേലും ചെയ്യാം. കാശ് നഷ്ടമാകത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എല്ലാവരും. അപ്പൊ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ കാര്യങ്ങളൊക്കെ ഇന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ആവശ്യം തോന്നിയാൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ വാട്സപ്പ് ചാറ്റ് മാത്രം.